അഡോബ് ആനിമേറ്റ് എന്താണ്? അഡോബ് ആനിമേറ്റ് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറാണ്. ഇതിൽ ലളിതമായ ടൂളുകളും ഫീച്ചറുകളും ഉണ്ട്. അതുകൊണ്ട് ആനിമേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അഡോബ് ആനിമേറ്റിൽ പലതരം ടൂളുകൾ ലഭ്യമാണ്. ഉദാഹരണത്തിന് ഡ്രോയിംഗ് ടൂളുകൾ, കളർ ടൂളുകൾ, സെലക്ഷൻ ടൂളുകൾ തുടങ്ങിയവ. ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രോയിംഗുകൾ ചെയ്യാനും ആനിമേഷനുകൾ നിർമ്മിക്കാനും കഴിയും. ഓരോ ടൂളിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അഡോബ് ആനിമേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പലതരം കാര്യങ്ങൾ ചെയ്യാനാകും. ഉദാഹരണത്തിന് കാർട്ടൂണുകൾ, ഗെയിമുകൾ, ഇന്ററാക്റ്റീവ് വെബ്സൈറ്റുകൾ എന്നിവ ഉണ്ടാക്കാം. ഇതിലെ ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രോയിംഗുകൾ ചെയ്യാനും അവയെ ആനിമേറ്റ് ചെയ്യാനും ശബ്ദങ്ങളും മറ്റ് എഫക്റ്റുകളും ചേർക്കാനും സാധിക്കും. തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആനിമേഷൻ പഠിക്കാൻ അഡോബ് ആനിമേറ്റ്, ആനിമേഷൻ, കാർട്ടൂൺ, ഗെയിം ഡിസൈൻ, ഇന്ററാക്റ്റീവ് വെബ്സൈറ്റുകൾ എന്നിവയെല്ലാം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതുപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ആനിമേറ്റഡ് വീഡിയോകൾ നിർമ്മിക്കാം. പ്രധാന ടൂളുകൾ. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന ടൂളുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഈ ടൂളുകൾ പരിചയപ്പെട്ടാൽ തന്നെ നിങ്ങൾക്ക് ആനിമേറ്റ് ഉപയോഗിച്ച് തുടങ്ങാം. സെലക്ഷൻ ടൂൾ. ഇത് ഒരു രൂപത്തെ തിരഞ്ഞെടുക്കാനും നീക്കാനും വലിപ്പം മാറ്റാനും ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിലെ മൗസ് പോലെയാണിത്. ഫ്രീ ട്രാൻസ്ഫോം ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് ഒരു രൂപം വലുതാക്കാനും ചെറുതാക്കാനും കറക്കാനും ചരിഞ്ഞതാക്കാനും സാധിക്കുന്നു. പെൻസിൽ ടൂൾ. പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് പോലെയാണിത്. നിങ്ങൾക്കിഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ഇത് ഉപയോഗിക്കാം. ബ്രഷ് ടൂൾ. ഇത് ഒരു പെയിന്റ് ബ്രഷ് പോലെ പ്രവർത്തിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് കട്ടികൂടിയ വരകൾ വരയ്ക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ടൂൾ. നിങ്ങളുടെ ആനിമേഷനിൽ വാക്കുകളും വാചകങ്ങളും ചേർക്കാൻ ഇത് ഉപയോഗിക്കാം. പെയിന്റ് ബക്കറ്റ് ടൂൾ. വരച്ച ഒരു രൂപത്തിന്റെ ഉൾഭാഗത്ത് നിറം കൊടുക്കാൻ ഈ ടൂൾ ഉപയോഗിക്കുന്നു. ലൈൻ ടൂൾ. നേർരേഖകൾ വരയ്ക്കാൻ ഇതുപയോഗിക്കാം. ഈ ടൂളുകൾ ഉപയോഗിച്ച് ലളിതമായ ആനിമേഷനുകൾ നിർമ്മിച്ചു തുടങ്ങാൻ സാധിക്കും.